ഇന്ന് സെൻട്രൽ ഗവൺമെന്റ് അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ വന്ന ഇൻകം ടാക്സ് ഭേദഗതിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ചേഞ്ചസുകളെ പറ്റിയാണ് പറയുന്നത്. ആദ്യമായിട്ട് സാലറി ക്ലാസ്സുകൾക്കുള്ള ഒരു പ്രത്യേക ഗുണമാണ് അവർക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ഇതുവരെ 50,000 രൂപയായിരുന്നു, അത് 75,000 രൂപ ആക്കിയിരിക്കുന്നു. അത് ന്യൂ റെജീമിലുള്ള ആൾക്കാർക്കാണ്. അതുപോലെ ന്യൂ ടാക്സ് റെജീമിലുള്ളവർക്ക് ടാക്സ് സ്ലാബുകളിൽ വ്യത്യാസം വന്നു. അതായത് 3 ലക്ഷം വരെ ടാക്സ് ഇല്ല, 3 ലക്ഷം മുതൽ 7 ലക്ഷം വരെ ആണെങ്കിൽ 5%, നേരത്തെ 3 മുതൽ 6 ലക്ഷം വരെ ആയിരുന്നു. 7 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 10%, 10 ലക്ഷം മുതൽ 12 ലക്ഷം വരെ 15%, 15 ലക്ഷത്തിന് മേളിലാണെങ്കിൽ 30%. ഇതാണ് പുതിയ ടാക്സ് റേറ്റ്. അതുപോലെ തന്നെ ഫാമിലി പെൻഷൻ ലഭിക്കുന്ന ആൾക്കാർക്ക് ഇതുവരെ ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ 15,000 രൂപയായിരുന്നു, അത് 25,000 രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. പിന്നീട് വന്നിരിക്കുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിനിലാണ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിന്റെ ചില ഫിനാൻഷ്യൽ അസറ്റുകൾക്കുള്ള റേറ്റ് 20% ആക്കി. ഇതുവരെ 15% ആയിരുന്നു, അത് 20%ലേക്ക് നീക്കിയിരിക്കുന്നു. ഫിനാൻഷ്യൽ അസറ്റുകൾക്ക് മാത്രമാണ്, അല്ലാത്തവർക്ക് യൂഷ്വൽ റേറ്റ് തന്നെയാണ്. പിന്നെ അതുപോലെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് ഫിനാൻഷ്യൽ അസറ്റിനാണെങ്കിൽ 12.5%, നേരത്തെ 10% ആയിരുന്നു, ചില ഐറ്റത്തിന് 20% ആയിരുന്നു, അപ്പോൾ അത് 12.5%ലേക്ക് മാറ്റിയിരിക്കുന്നു. അതുപോലെ തന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നുണ്ടായിരുന്നെങ്കിൽ 1 ലക്ഷം രൂപ വരെ ഒരു വർഷം നമുക്ക് എക്സംഷൻ ഉണ്ടായിരുന്നു, അത് 1.25 ലക്ഷത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു ചേഞ്ചസ് ആണ് ഹോൾഡിംഗ് പീരീഡ്. ചില അസറ്റുകൾക്ക് 36 മാസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്താൽ മാത്രമേ അത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളായിരുന്നു. അതിന്റെ പീരീഡ് ഈ വർഷം കുറച്ചിട്ടുണ്ട്. അതായത് നാളെ മുതൽ ജൂലൈ 24 ശേഷം വരികയാണെങ്കിൽ അത് 24 മാസത്തിലേക്ക് കുറച്ചിട്ടുണ്ട്. പിന്നീട് വേറെ പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡെക്സേഷൻ ഉണ്ടായിരുന്നു, ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. ഇപ്പോൾ അത് നിർത്തലാക്കിയിരിക്കുകയാണ്. നമ്മൾ അതിനെപ്പറ്റി ഒരു ഉദാഹരണ സഹിതം പറയാമെന്ന് വിചാരിച്ചു. ഒരു ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് സെയിൽ ചെയ്യുക. 23 ജൂലൈ 24 സെയിൽ നടത്തുമെന്ന് വിചാരിക്കുക. നമ്മൾ 2001 20 ലക്ഷം രൂപയ്ക്ക് ഒരു ഹൗസ് പ്രോപ്പർട്ടി വാങ്ങിച്ചു. അതിന് ഇപ്പോഴത്തെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 72,60,000 രൂപയാണ്. അത് നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് സെയിൽ ചെയ്യുകയാണ്, 1 കോടി രൂപയ്ക്ക്. 1 കോടി സെയിൽ പ്രൈസ് 1 കോടി, ഇൻഡെക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 72,60,000, അത് കുറയ്ക്കുക. അത് ആ ഡിഫറൻസ് ആണ് നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ, അത് 27,40,000 രൂപ വരും. അതിന് ടാക്സ് 20%, അതായത് 5,48,000 രൂപ വരും. അതേസമയം നമ്മൾ 23 ജൂലൈക്ക് ശേഷമാണ് വിൽക്കുന്നതെങ്കിൽ അവിടെ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഇല്ല. 1 കോടി രൂപ, അതിൽ നമ്മൾ വാങ്ങിച്ച വില 20 ലക്ഷത്തിനാണല്ലോ വാങ്ങിച്ചിരിക്കുന്ന ഹൗസ് പ്രോപ്പർട്ടി, അത് മാത്രം കുറയ്ക്കുക. ബാക്കി വരുന്ന ക്യാപിറ്റൽ ഗെയിൻ ആണ് 80 ലക്ഷം. അതിന് പക്ഷേ ടാക്സ് റേറ്റ് കുറച്ചിട്ടുണ്ട്, 12.5% ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപയാണ് ടാക്സ് വരുന്നത്. ഇപ്പൊ നമ്മൾക്ക് ഒരു ടാക്സ് അഡ്വാൻറ്റേജ് ഉണ്ട് ഇവിടെ. അത് 5,48,000 നമ്മൾക്ക് പഴയ രീതിയിൽ പോകാമായിരുന്നത്. പുതിയ രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് 10 ലക്ഷം വരും. അങ്ങനെ ഒരു വ്യത്യാസം വരും. അവിടെ ലോസ് ആണ് അവിടെ വരുന്നത് ശരിക്കും. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് തന്നെ, ഈ സെയിം തന്നെ വാല്യൂ കൂട്ടി വിൽക്കുക. അതായത് നമ്മൾ പല പ്രോപ്പർട്ടികൾക്കും വാല്യൂ വളരെ കൂടിയിട്ടുണ്ട്, നമ്മൾ വാങ്ങിച്ചതിനേക്കാൾ വളരെ. മെട്രോയിലുള്ള പ്രോപ്പർട്ടികളെല്ലാം അങ്ങനെയാണല്ലോ. അങ്ങനെ വരുന്ന കേസുകളിൽ നമ്മൾ 5 കോടിക്ക് ഈ സെയിം പ്രോപ്പർട്ടി തന്നെ 5 കോടിക്കാണ് വിൽക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ അന്ന് 20 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചു. ഇപ്പോൾ ഈ 23 ജൂലൈക്കുള്ളിലാണെങ്കിൽ അതിന് ഇൻഡെക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 72,60,000 രൂപ, മുമ്പ് പറഞ്ഞത് തന്നെ. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 4,27,40,000 രൂപ വരും. ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ 85,48,000 രൂപയാണ് വരുന്നത്. അതേസമയം നമ്മൾ ജൂലൈ 23 ശേഷം, 2024 ജൂലൈ 23 ശേഷമാണ് വിൽക്കുന്നതെങ്കിൽ നമ്മൾ ഇൻഡെക്സേഷൻ ഇല്ലല്ലോ. അപ്പോൾ 5 കോടി സെയിൽ പ്രൈസ്, അതിൽ നമ്മൾ കോസ്റ്റ് കുറയ്ക്കുന്നു, വാങ്ങിച്ച കോസ്റ്റ് 20 ലക്ഷം കുറയ്ക്കുന്നു. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ 4,80,00,000 രൂപയാണ്. അപ്പോൾ അതിന്റെ ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ 12.5% ആണ്, അതായത് 60 ലക്ഷം രൂപയാണ്. അത് നമ്മൾ ഇതേ എക്സാമ്പിളിൽ, അതായത് ജൂലൈ 23 മുമ്പായിരുന്നെങ്കിൽ 85,40,000 രൂപ അടയ്ക്കണമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നമ്മൾ 60 ലക്ഷം രൂപ അടച്ചാൽ മതി. അപ്പോൾ ഒരു ബെനിഫിറ്റ് ആണ് ഇവിടെ ഉള്ളത്. അത് 25,40,000 രൂപയാണ്. മുകളിൽ കേസുകളിൽ ഒരു നഷ്ടമായിരുന്നു 4,52,000. വില അധികം കൂടുന്നില്ല എങ്കിൽ നമ്മൾക്ക് നഷ്ടമാണ്. അത് വലിയ വിലയ്ക്കാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ അവിടെ സാധാരണ രീതിയിൽ ലാഭം വരിക, ടാക്സ് റേറ്റ് കുറഞ്ഞതുകൊണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട ചേഞ്ചസ്. GSTയിൽ അതുപോലെ തന്നെ കസ്റ്റംസിലും ഒക്കെ ഉള്ള ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ പ്രതിപാദിക്കുന്നില്ല. ഇൻകം ടാക്സിലുള്ള പ്രധാനപ്പെട്ട ചേഞ്ചസ് ഇതാണ്. നന്ദി.